ഓ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എന്താണ് VST, അതായത് വെർച്വൽ സ്റ്റുഡിയോ ടെക്നോളജി എന്താണ്, എന്തിനാണ് VST, എങ്ങനെ ഫ്രീ ആയിട്ട് VST ഡൗൺലോഡ് ചെയ്യാനൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേർക്ക് ഈ VST ഇൻസ്റ്റാളേഷനിൽ പിന്നെ ഡൗട്ട് വന്നു. ഞാൻ അതിൽ കുറച്ച് പറഞ്ഞിരുന്നെങ്കിലും ഒരുപാട് പേര് എന്നിട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, വെറുതെ എന്തിനാണ് വെയിറ്റ് ചെയ്ത് നമുക്കൊരു വീഡിയോ ചെയ്ത്. അപ്പം എൻ്റെ ഡോ എന്ന് പറഞ്ഞാൽ DAW ഞാൻ ഉപയോഗിക്കുന്നത് Ableton Live 11 ആണ്. അത് ലേറ്റസ്റ്റ് Ableton Live 11 സ്യൂട്ട് വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഡ്രൈവിൽ, അത് ഹാർഡ് ഡിസ്കിലോ SSDയിലോ ഏതെങ്കിലും ഒരു പാർട്ടീഷനിൽ, ഇപ്പം C ആയിരിക്കാം, D ആയിരിക്കാം, എൻ്റെ ഇപ്പം 4 പാർട്ടീഷനിൽ ഇതിൽ ഒരെണ്ണം SSD ആണ്, ബാക്കി 3 ഹാർഡ് ഡിസ്ക്കാണ്, പഴയ ഹാർഡ് ഡിസ്ക്കാണ്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടീഷനിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണ ഒരു ഫോൾഡർ നിങ്ങൾ VSTക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ പുതിയ VST ഇൻസ്റ്റാൾ ചെയ്യില്ല, അവർ തന്നെ ഒരു കോമൺ ഡീഫോൾട്ട് ഫോൾഡർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്താലും. പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പം പല സോഫ്റ്റ്വെയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ VST നിങ്ങളുടെ ഡോയ്ക്ക് അത് കാണിക്കുക. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ SSD ഇട്ടിട്ടുണ്ട്. അപ്പോൾ SSDക്കകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലേ, ഇതിനകത്ത് ഓഡിയോ യൂണിറ്റ്സ് ഉണ്ടാ, ഈ സാധനം ഓഡിയോ യൂണിറ്റ്സിനകത്ത് കുറച്ച് ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലൈവ് ഇൻസ്റ്റാൾഡ് എന്ന് വെച്ചാൽ എൻ്റെ ഡോ, അതായത് ഇതിൻ്റെ ഡോ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. Ableton Live 11 ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. ലൈവ് പാക്സ് എന്ന് പറയുമ്പോൾ ഡ്രം ബീറ്റ്സ്, സാമ്പിൾ പാക്സ് ഒക്കെയാണ് അതിനകത്തുള്ളത്. പിന്നെ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രോജക്ട്സ് ഉള്ളത്. VST ആക്സസ് ഉണ്ടോ? VST ആക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറിയ 2 ഫോൾഡറാണ്, 32 ബിറ്റും 64 ബിറ്റും. ഈ 32 ബിറ്റും 64 ബിറ്റും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൾഡറാണ് നമ്മൾ നമ്മുടെ ഡോയിനെ കൊണ്ട് ആക്സസ് ചെയ്യിപ്പിക്കുന്നത്. ഈ പാത്ത് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു ഫോൾഡറിനകത്തായിരിക്കും VST പ്ലഗിൻസ് ഉണ്ടോ എന്ന് നമ്മുടെ ഡോ സെർച്ച് ചെയ്ത് നോക്കും. ഞാൻ ഒരു അഡീഷണൽ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, VST ഇൻസ്റ്റാൾ. ഇതിനകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന VSTയുടെ സെറ്റപ്പ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഫോൾഡർ എന്തായാലും ഉണ്ടാക്കി വെക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ റെക്കമെൻഡ്. നമ്മൾ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ കിടന്നാവും, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ വേറെ അടുത്തൊരു കാര്യം സെറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡോ ഓപ്പൺ ചെയ്യുക. അതായത് എൻ്റെ Ableton Live 11 ഓപ്പൺ ചെയ്യുകയാണേ, കറങ്ങിയതാ. ഇതിനകത്ത് പോയി കാണിക്കുന്നത് ഇനിഷ്യലൈസ് ആപ്ലിക്കേഷൻ നോ, നേരത്തെ എടുത്ത് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ഓപ്ഷൻസിൽ പോവുക. പ്രിഫറൻസ് ഉണ്ടോ? പ്രിഫറൻസ് കയറുക, പ്രിഫറൻസ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഇതിലൂടെ മാറിയൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? പ്ലഗിൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാം. അപ്പോൾ പ്ലഗിൻസ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റില്ല, കണ്ടോ? VST2 പ്ലഗിൻ കസ്റ്റം ഫോൾഡർ. ഞാൻ നേരത്തെ പറഞ്ഞ ഡീഫോൾട്ട് ഫോൾഡർ ഉണ്ട്, കസ്റ്റം ഫോൾഡർ ഉണ്ട്. കസ്റ്റം ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു ഫോൾഡറിലേക്ക് കാണിച്ചു കൊടുക്കാം. ഈ ലൈവിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ഡോയ്ക്ക് പറയും, ഈ ഒരു ഫോൾഡറിലോട്ട് മാത്രം നിങ്ങൾ VST പ്ലഗിൻ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഫോൾഡറിനകത്തുള്ള മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓർഡർ ആയിട്ട് എല്ലാ ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് ഒതുക്കി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. VST2 ഉണ്ട്, VST3 ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ VST എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ VST2 VST3 ബേസിക്കലി ഏതാണ്ട് സെയിം തന്നെയാണ്. അതൊരു ടെക്നോളജി ഡിഫറൻസ് ആണ്. VST2 കുറച്ചും കൂടെ പഴയ ടെക്നോളജി, VST3 എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ ബേസിക്സ്. പിന്നെ 32 ബിറ്റ് ഉണ്ട്, 64 ബിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സംഭവങ്ങൾ നോക്കാം. യൂസ് VST2 പ്ലഗിൻ ഇൻ കസ്റ്റം ഫോൾഡർ ഓൺ. ഓക്കെ, അത് ഓൺ ആക്കിയിട്ടേക്കണം. പിന്നെ നമ്മളിവിടെ ബ്രൗസ് എന്ന് പറഞ്ഞ സാധനം പ്ലസ് VST2 പ്ലഗിൻ കസ്റ്റം ഫോൾഡർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സീല് സിസ്റ്റം SSDയിൽ ഓഡിയോ യൂണിറ്റ്സിനകത്ത് VST ആക്സസ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, VST ആക്സസിനകത്ത് 64 ബിറ്റ് എന്ന് പറഞ്ഞ ആ ഫോൾഡറാണ് നമ്മൾ VST2 എല്ലാം കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലൈവിൻ്റെ അടുത്ത് പറയുന്നത്. അച്ഛനെ ഈ ഒരു ഫോൾഡറിൽ പോയി നിങ്ങൾ VST2 പ്ലഗിൻസ് സെർച്ച് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ബ്രൗസ് കൊടുത്താൽ മതി. ബ്രൗസ് കൊടുത്ത് നോക്കണ്ട, ഞാൻ ഇപ്പോൾ കറക്റ്റ് വന്നു. സിസ്റ്റം SSD ഓഡിയോ യൂണിറ്റ്സ് VST ആക്സസ് 64 ബിറ്റ്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 64 ബിറ്റ് ആവുന്നുണ്ട്. സെലക്ട് ഫോൾഡർ അത് തന്നെ ഇവിടെ. അടുത്തത് നേരത്തെ ലൈവ് വെർഷൻസിലൊക്കെ VST പ്ലഗിൻസ് മാത്രമല്ല. ഇതിൽ ഇപ്പോൾ ലൈവ് 11 ആയതുകൊണ്ട് പുതിയ അപ്ഡേറ്റ് വന്നതാണ് VST2 VST3 എന്ന് കാണിച്ചേക്കാം. VST3 ഞാൻ പറയും, ഇൻ സിസ്റ്റം ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും VST പ്ലഗിനും കൂടെ തീരുമാനിക്കുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അത് ബേസിക്കലി സിക്കകത്ത് പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് കോമൺ ഫയൽസിനകത്ത് അങ്ങനെ എന്താണ് വരുന്നത്. ഞാൻ പണ്ടേ അങ്ങനെ കൊടുക്കാറ്. അത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോൾഡറിലായിരിക്കും ലൈവ് പോയി സെർച്ച് ചെയ്യുന്നത്. ഞാൻ അവിടെ കസ്റ്റം ഫോൾഡർ കൊടുത്തിരുന്നത് VST3 പ്ലഗിൻ കസ്റ്റം ഫോൾഡർ ഓൺ. ബ്രൗസ് ചെയ്യുക, അതേ സെയിം ഫോൾഡർ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. VST2 VST3 എല്ലാം ഒരുമിച്ചാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റീസ്കാൻ പ്ലഗിൻസ് ഉണ്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ നിങ്ങളിപ്പോൾ എല്ലാം കൂടെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ ആക്സസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡർ സെലക്ട് ചെയ്ത് റീസ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ ക്ലിക്ക് ചെയ്താണ്ട് ഇവിടെ പ്ലഗിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും, കണ്ടോ? VST3 ഇവിടെ കാണിക്കും, VST2 ഇവിടെ കാണിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യുക.
അപ്ലൈ ഒന്നും ചെയ്യേണ്ട. ഇതിപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അപ്ലൈ ആവും. ക്ലോസ് ചെയ്യുക, ലൈവ് ക്ലോസ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇതെല്ലാം കൂടെ ഇനിഷ്യലൈസ് ചെയ്ത് അതിനകത്ത് തന്നെ വന്നു. ഇത്രയും ബേസിക് കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ ഒരു നേരത്തെ കാണിച്ചെന്ന ആ ഒരു സെക്ഷനിൽ നിന്ന്, അതായത് പ്ലഗിൻ പൊട്ടിക്കുന്ന ആദ്യം VST ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ VST ഇൻസ്റ്റാൾ ചെയ്യും. സിൻ മാസ്റ്റർ എന്ന് പറഞ്ഞ സിന്തസൈസറാണ് ഡൗൺലോഡ് ചെയ്തത്. സിന്തസൈസർ ക്ലിക്ക് ചെയ്യുക. ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 3 ടിക്കറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പോൾ AAX എന്ന് പറഞ്ഞാൽ പ്രോ ടൂൾസ് എന്ന് പറഞ്ഞൊരു DAW ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്രോ ടൂൾസ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോ ടൂൾസ് ആണ് ക്ലിക്ക് ചെയ്യുക. 32 ബിറ്റ് ആണോ 64 ബിറ്റ്? എപ്പോഴും ഞാൻ ഇനിയിപ്പോൾ കുറച്ചാളും കൂടെ 32 ബിറ്റ് സപ്പോർട്ട് കാണുള്ളൂ. പ്ലഗിൻസ് എല്ലാം 64 ബിറ്റ് ആയി കഴിഞ്ഞു. 32 ബിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ചില പ്ലഗിൻസിന് 32 ബിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് 64 ബിറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയൊരു വഴിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ നമുക്ക് 64 ബിറ്റ് VST പ്ലഗിൻ മാത്രം മതി. നെക്സ്റ്റ് കൊടുക്കുക. ലൈസൻസ് എഗ്രിമെന്റ് അക്സെപ്റ്റ് കൊടുക്കുക. ഇവിടെ ചോദിക്കുന്നുണ്ട് സെറ്റപ്പ് എവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ VST ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കൊടുത്തില്ലേ ഓഡിയോ യൂണിറ്റ്സ്, ഇതാണ്ട VST ഓഡിയോ യൂണിറ്റ്സിനകത്ത് VST ഇൻസ്റ്റാൾ ചെയ്യണ്ടോ, VST ഇൻസ്റ്റാളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, കൊടുക്കുക. അവിടെയാണ് നമ്മൾ ഈ VST പ്ലഗിൻ്റെ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ചോദിക്കും കണ്ട DLL കണ്ടോ, DLL ഫയൽസ് എന്ന ഡൈനാമിക് ലിങ്ക് ലൈബ്രറി എന്ന് പറഞ്ഞ ഫയൽസാണ്. ഈ ഫയലിനെയാണ് നമ്മളുടെ സെർച്ച് ചെയ്യുന്നത്. ആ ഒരു VST 64 എന്ന് പറഞ്ഞാൽ ആ 64 ബിറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മൾ ഇട്ടില്ലേ VST ആക്സസിനകത്ത്, ആ ഒരു ഫോൾഡറിനകത്ത് ഈ DLL ഫയൽസ് ആണ് നമ്മുടെ സെർച്ച് ചെയ്യുന്നത്. ആ DLL ഫയൽസ് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു VST ആക്സസ് ഇല്ലേ അവിടെ കൊണ്ടുവരിക. 64 ബിറ്റ് പ്ലഗിൻ ആണല്ലോ, 64 ബിറ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക. അപ്പോൾ ഈ DLL ഫയൽസ് 64 ബിറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഇൻസ്റ്റാൾ ആവും. VST സെറ്റപ്പ്, അതായത് .exe ഫയൽ എക്സ്പാൻഡ് ചെയ്ത സെറ്റപ്പ് എല്ലാം കൂടെ VST ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഫോൾഡറിനകത്ത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആവും. അത് അപ്പം ആ ഒരു നമുക്കിപ്പോൾ ചിലപ്പോൾ ഈ ഒരു പ്ലഗിൻ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ആ DLL ഫയൽസ് മാത്രം അത്യാവശ്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ പാനലിൽ പോയിട്ട് ഈ സെറ്റപ്പ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നെക്സ്റ്റ് കൊടുക്കുക. പേരെന്താ, ഏത് ഫോൾഡർ കൊടുക്കണം ആയിക്കോട്ടെ. ഇൻസ്റ്റാൾ. വുഡ് യു ലൈക്ക് ടു റീസ്റ്റാർട്ട് ഗ്ലോബൽ സിസ്റ്റം ഡിലീറ്റ് കോൺഫിഗർ? അതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയത് വർക്കാവും. ഓക്കെയാണ്, അത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആവട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളെല്ലാം ക്ലോസ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ ചെയ്യുക. നമ്മൾ പ്രിഫറൻസിൽ കയറി നേരത്തെ എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോൾഡറിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി കയറി പ്രിഫറൻസിൽ കൊടുത്താലും മതി. ഓപ്പണായി വരട്ടെ. ഓക്കെ, ഓപ്പണായി വന്നു. അപ്പം നമ്മൾ നേരത്തെ ആ ഫോൾഡർ ആ ഒരു പാത്ത് സെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഇനിഷ്യലൈസിങ് ടൈമിൽ തന്നെ അത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ലൈവും ഏത് ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഫോൾഡറിലോട്ട് സ്കാൻ ചെയ്യും. ഇന്ന VST പ്ലഗിൻസ് ഉണ്ടോ, പുതിയത് എന്തെങ്കിലും ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ പുതിയ ആഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് DLL ഫയൽസ് നിങ്ങൾ ആ കസ്റ്റം ഫോൾഡർ കൊണ്ട് ഇട്ടിട്ടാണ് നിങ്ങളുടെ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അത് തന്നെ സ്കാൻ ചെയ്ത് വന്നോളൂ. ഓക്കെ, നിങ്ങൾ പിന്നെ ചെന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ VST 2 ആയിരിക്കും മിക്കവാറും. അത് ഇവിടെ വരുമ്പോൾ അടക്കുന്നുണ്ടോ സിന്ത് മാസ്റ്റർ പ്ലെയർ. ഇനി ഒന്നുമില്ല, നിങ്ങളിപ്പം ഈ കാണുന്നതാണ് നിങ്ങളുടെ. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് VST ഉണ്ട്. VST 3ലും കുറച്ച് ഐറ്റങ്ങളുണ്ട്. ഇപ്പോൾ VST 2 എവിടെയാണോ അത് വെച്ചാൽ പിന്നെ VST യൂസ് ചെയ്യാൻ അറിയാമല്ലോ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. താങ്ക് യു ഫോർ ഓക്കെ. നോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഹെഡ്ഫോണാണ് വെച്ചേക്കുന്നത്. ഹെഡ്ഫോൺ കേട്ട് വയ്ക്കും. കേൾക്കാലോ, കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. സോ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നിങ്ങൾക്ക് ക്രാക്ഡ് ഇത് വരുമ്പം ഞാൻ മറ്റേ DLL ഫയൽസും കൂടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പം ഓഡിയോ യൂണിറ്റ്സിൽ കയറി VST ആക്സസിൽ കയറി 64 വേണ്ടോ DLL ഫയൽസ് കണ്ടോ. ഈ കിക്ക് സ്റ്റാർട്ടർ എന്നുള്ള സാധനം തേടക്കുന്നുണ്ടോ 64 ബിറ്റ് കണ്ടോ. ഈ 64 ബിറ്റ് കിക്ക് സ്റ്റാർട്ടർ ഈ ഒരു ഫയലിനെ ആക്സസ് ചെയ്താണ് ലൈവ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോകും. കാരണം സെറ്റപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈ DLL ഫയൽസിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്തത്. അപ്പം നിങ്ങളിപ്പം ഞാൻ പറയാൻ പാടില്ലെങ്കിൽ ക്രാക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ക്രാക്കിൽ DLL ഫയൽസ് വേറൊരു ഫോൾഡറിൽ നിങ്ങൾ കാണും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചില ക്രാക്കുകൾ അത്രത്തോളം നന്നായിട്ട് ക്രാക്ക് ചെയ്യാണ് ഇതിനകത്തുണ്ടെന്ന് നിങ്ങൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ടൈമിൽ തന്നെ ഈ ഒരു ഫോൾഡറിനകത്താണ് ആക്സസ് ചെയ്യാൻ പറ്റും. ചിലയിൽ അങ്ങനെ കാണില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ .DLL ഫയൽസ് ഉണ്ടോ, ഈ .DLL ഫയൽസ് ആ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഇതേപോലെ നമ്മളിപ്പോൾ 64 ബിറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് കൊടുത്തേക്കണം. അതേപോലെ ഏത് ഫോൾഡറാണ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് ആ ഫോൾഡറിനകത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും.
ലൈവ് ആക്സസ് ചെയ്ത് കാണിച്ചോളൂ. ചില കേസിൽ VST സെറ്റപ്പ് ഒന്നും കാണൂല. ഈ .dll ഫയൽസ് മാത്രമല്ല, ചില സംഭവങ്ങൾ ചെറിയ പ്ലഗിൻസ് 2 MB ഉള്ള കിടിലൻ പ്ലഗിൻസ് ഉണ്ട്. അതിന് ആ .dll ഫയലിൽ മാത്രം കോപ്പി ചെയ്ത് ഈ ഒരു ഫോൾഡറിനകത്ത് കൊണ്ടിടുക. നിങ്ങൾ ലൈവ് ക്ലോസ് ചെയ്തിട്ടാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ, ഓൺ ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഇതിപ്പോൾ കയറോ പ്രിഫറൻസിൽ പോവുക, പ്ലഗിൻസ് എടുക്കുക, റീസ്കാൻ ചെയ്യുമ്പം ഇവിടെ വരും. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബേസിക് സംഭവങ്ങൾ. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്താൽ ചിലപ്പം അൾട്രാ ക്രാക്ക് സംഭവങ്ങളുണ്ട്. അതായത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ക്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ ഒരു കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഒരു 2 സംഭവങ്ങളാണ്. അത് എൻ്റെ കയ്യിൽ അങ്ങനത്തെ പ്ലഗിൻ പണ്ട് എൻ്റെ ഉണ്ടായിരുന്നു. കമാൻഡ് പ്രോംപ്റ്റിൻ്റെ 2 കാണിക്കും. അത് സിസ്റ്റം ഇൻസ്റ്റാളറും സിസ്റ്റം ഡീ ഇൻസ്റ്റാളർ എന്നുള്ള സംഭവം കാണിക്കും. ഇത് നോക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ആ സിസ്റ്റം ഇൻസ്റ്റാളർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് റൺ ചെയ്താണ്. എന്നിട്ട് അതിനകത്ത് ഈ DLL ഫയൽസ് ആണ്. ആ ഫയൽസ് കൊണ്ട് കോപ്പി ചെയ്ത് ഈ ഒരു ഫോൾഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താണ്. എന്നിട്ട് ലൈവ് ക്ലോസ് ചെയ്ത് ഓൺ ചെയ്യുകയോ FL ക്ലോസ് ചെയ്ത് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ പ്രിഫറൻസ് കയറി റീസ്കാൻ ചെയ്താലും മതി. അയാളുടെ സംഭവം വളരെ എളുപ്പമല്ലേ. നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് ഇത്രയും ടൈം കൺസ്യൂം ചെയ്തത്. ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. ചില പ്ലഗിൻസ് വലിയ ഒമ്നിസ്ഫിയർ പോലത്തെ വലിയ പ്ലഗിൻസ് ഒരുപാട് സമയം എടുക്കും ആക്സസ് ചെയ്യുന്നത്. വെച്ചാൽ ഈ പ്ലഗിൻസിൻ്റെ കനം അനുസരിച്ചായിരിക്കും ഇത് സ്കാൻ ചെയ്യാൻ സമയം എടുക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വേറൊരു പ്രശ്നമില്ല. അതൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം യു ആർ സീരിയസ് അബൌട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഐ എം വെൽക്കമിങ് യു. എന്തെങ്കിലും ഇത് വേണമെങ്കിൽ ജോയിൻ ക്രിയോ. ഇവിടെയോ ആണ്, ഐ ബട്ടണിൽ വന്നതാണ്. എന്താ ക്രിയോ, എങ്ങനെയാണ് ക്രിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് കയറി നോക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഞാൻ ആരെയും അനാവശ്യമായിട്ട് ക്ഷണിക്കുന്നില്ല. ക്രിയോ എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കാം. അപ്പം ബൈ.